Welcome to a new section. Today we are going to discuss about scanline polygon fill algorithm, which comes under the second module of computer graphics. In this section we are going to discuss about the theoretical aspects of scanline polygon fill algorithms. Numericals of this algorithm will be discussed on the second part. So let's start. In our last sessions we had already discussed about the other two polygon filling algorithms, that are boundary fill algorithm as well as flood fill algorithms, right? So today we are going to discuss about scanline polygon filling algorithm. So the scanline polygon filling algorithm is mainly used for solid color filling. Okay, so for that purpose we need to do three main steps. So as its name says, scanline fill algorithm, this algorithm works by intersecting scan lines with the polygon edges and fills the polygon between those pairs of intersections. So what are scan lines? Scan lines എന്ന് വെച്ചാൽ എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു പോളിഗണിൻ്റെ ഒരു പോയിന്റിൽ നിന്ന് അതിൽ എക്സ്റ്റീരിയർ പോയിന്റിലേക്ക് നമ്മൾ വരയ്ക്കുന്ന ഹൊറിസോണ്ടൽ ലൈൻസിനെയാണ് നമ്മൾ സ്കാൻ ലൈൻസ് എന്ന് പറയുന്നത്, അല്ലേ? സെയിംലി നമ്മളിവിടെ എന്താണ്, ഒരു പോളിഗണിൻ്റെ വൈ മിനിമം വാല്യൂ ടു വൈ മാക്സിമം വാല്യൂ വരെയുള്ള ആ പോളിഗണിന് ഫുൾ എന്ത് ഉള്ളിരിക്കും, നമ്മൾ സ്കാൻ ലൈൻസ് വരയ്ക്കും, അല്ലേ? ആ സ്കാൻ ലൈൻസിൻ്റെ പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻസ് കണ്ടുപിടിച്ചിട്ട് ഏതുമായിട്ടുള്ള നമ്മുടെ പോളിഗണിൻ്റെ എഡ്ജസുമായിട്ടുള്ള പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻസ് കണ്ടുപിടിച്ചിട്ട് ആ ഇൻ്റർസെക്റ്റിംഗ് പെയേഴ്സിന് ഇടയിലുള്ള പോയിൻറ്റ്സിനെ ഫിൽ ചെയ്താണ് ഈ അൽഗോരിതം വർക്ക് ചെയ്യുന്നത്. സോ ത്രീ മെയിൻ സ്റ്റെപ്സ് ആണ് നമ്മളിവിടെ പെർഫോം ചെയ്യുന്നത്. ഫസ്റ്റ് എന്താണ്, വി ഹാവ് ടു ഫൈൻഡ് ദ ഇൻ്റർസെക്ഷൻ ഓഫ് ദ സ്കാൻ ലൈൻ വിത്ത് ദ എഡ്ജസ് ഓഫ് ദ പോളിഗൺ. സെക്കൻഡ് സ്റ്റെപ്പ് മീൻസ് വി ഹാവ് ടു അറേഞ്ച് ദീസ് ഇൻ്റർസെക്ഷൻസ് അക്കോർഡിംഗ് ടു ദി എക്സ് കോർഡിനേറ്റ് വാല്യൂ. അതായത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കുള്ള എക്സ് കോർഡിനേറ്റ് വാല്യൂസ് അനുസരിച്ച് നമ്മളതിനെ അസെൻഡിങ് ഓർഡറിൽ എന്ത് ചെയ്യുക, അറേഞ്ച് ചെയ്യുക. പിന്നീട് തേർഡ് എന്ന് പറയുന്നത് നമ്മൾ ഈ കണ്ടുപിടിച്ച ഇൻ്റർസെക്ഷൻ പോയിൻറ്റ്സിൻ്റെ പെയേഴ്സ് കണ്ടുപിടിക്കുക, ആ പെയേഴ്സിന് ഇടയിൽ വരുന്ന പോയിൻറ്റ്സ് ഫിൽ ചെയ്യുക. ഇതാണ് ഈ അൽഗോരിതത്തിൻ്റെ ഒരു ജനറൽ പ്രിൻസിപ്പിൾ ഓഫ് വർക്കിംഗ് എന്ന് പറയുന്നത്. നമുക്കൊരു എക്സാമ്പിളിലൂടെ നമുക്കത് നോക്കാം. സോ കൺസിഡർ ദിസ് പോളിഗൺ. ഇവിടെ നോക്കി, നമുക്കൊരു പോളിഗണിൻ്റെ ഏറ്റവും മിനിമം ഉള്ള വൈയുടെ വാല്യൂ, അതിന് നമ്മൾ വൈ മിനിമം എന്നും ഏറ്റവും മാക്സിമം ആ പോളിഗണിൻ്റെ ഒരു വേർട്ടെക്സ് വരുന്ന വൈ വാല്യൂ അതിന് വൈ മാക്സ് എന്നും പറയും. ഓക്കെ, ഈ വൈ മിനിമം തൊട്ട് വൈ മാക്സ് വരെയുള്ള ഓരോ വാല്യൂസിലൂടെയും നമ്മൾ എന്ത് വരയ്ക്കും, സ്കാൻ ലൈൻസ് വരയ്ക്കും. ആ സ്കാൻ ലൈൻസിൻ്റെ ഇൻ്റർസെക്ഷൻസ് വെച്ചിട്ടായിരിക്കും ഈ പോളിഗൺ ഫിൽ ചെയ്യുന്നത്. നമുക്കിവിടെ ഒരു സ്കാൻ ലൈൻ കൺസിഡർ ചെയ്യാം. ഓക്കെ, ആ സ്കാൻ ലൈൻ നമ്മുടെ ഗിവൺ പോളിഗണിൻ്റെ എഡ്ജസുമായിട്ട് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന 4 ഇൻ്റർസെക്ഷൻ പോയിൻറ്റ്സ് ഉണ്ട്, അല്ലേ? ഏതൊക്കെയാണ്? P0, P1, P2, P3. നമുക്കപ്പോൾ എങ്ങനെയാണ് ഈ അൽഗോരിതം നമ്മൾ ജനറൽ പറഞ്ഞ സ്റ്റെപ്സിൽ വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഇവിടെ നമ്മൾ പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻസിനെ നമ്മൾ എന്താണ് ഓഡ് പാരിറ്റി റൂൾസ് വെച്ചിട്ടായിരിക്കും അത് ഇൻറ്റേർണൽ ആണോ എക്സ്റ്റേണൽ ആണോ പോയിൻ്റ് എന്ന് നോക്കുന്നത്. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലേ? അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു, ഇൻ്റർസെക്റ്റിംഗ് പോയിൻറ്റ്സ് കണ്ടുപിടിച്ചു, അത് നമ്മൾ ആഡ് ചെയ്തു, P0, P1, P2, P3. സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് വരുന്ന എക്സ് കോർഡിനേറ്റ് വാല്യൂ അനുസരിച്ച് നമ്മളിവിടെ അറേഞ്ച് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം, നമ്മൾ എഴുതിയ അതേ ഓർഡറിൽ തന്നെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ എക്സ് വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ P0, P1, P2, P3 ആ ഓർഡറിൽ അറേഞ്ച് ചെയ്തു. ഇനി ഓരോ പോയിൻറ്റിൻ്റെയും നമ്മൾ ഓഡ് പാരിറ്റി വാല്യൂ നോക്കുമ്പോൾ ഇവിടെ എങ്ങനെയാണ് വരുന്നത്, എല്ലാം ഇൻ്റർസെക്റ്റിംഗ് എഡ്ജസ് ആയതുകൊണ്ട് 1 എടുക്കും, അല്ലേ? അപ്പോൾ ആ പെയർ അതുപോലെ എഴുതും, P0, P1, P2, P3. നമ്മൾ റെപ്പറ്റേഷൻ ഇല്ല, സെയിം എഴുതി. അടുത്തടുത്ത് വരുന്ന 2 ഇൻ്റർസെക്ഷൻസ് വെച്ച് നമ്മൾ പെയേഴ്സ് ഉണ്ടാക്കി, P0, P1, P2, P3. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, തേർഡ് സ്റ്റെപ്പായ പെയറിങ് കഴിഞ്ഞാൽ P0യ്ക്കും P1 ഒരു പെയറാണ്, അല്ലേ? ആ പെയറിനിടയിൽ വരുന്ന പോയിൻറ്റ്സ് എല്ലാം നമ്മൾ ഫിൽ ചെയ്തു. അതുപോലെ നോക്കിയേ P2, P3 അതിനിടയിൽ വരുന്ന പോയിൻറ്റ്സ് എല്ലാം നമ്മൾ ഫിൽ ചെയ്തു. ഇങ്ങനെയാണ് ഈ അൽഗോരിതം വർക്ക് ചെയ്യുന്നത്. ഇടയ്ക്കുള്ള P1, P2 എന്നുള്ള പെയർ നമ്മൾ കൺസിഡർ ചെയ്തിട്ടില്ല. കാരണം എന്താണ്, ഓഡ് പാരിറ്റി റൂൾ വെച്ച് നോക്കുമ്പോൾ അവിടെ അങ്ങനെ ഒരു പെയർ വരില്ല, അത് എക്സ്റ്റീരിയർ പോയിന്റ് ആയതുകൊണ്ട്. സോ ഹിയർ ഓൾസോ വി ഹാവ് ടു കൺസിഡർ എ സ്പെഷ്യൽ കേസ്, ദാറ്റ് ഈസ് ഇഫ് ദ സ്കാൻ ലൈൻ പാസസ് ഫ്രം ദ വേർട്ടെക്സ്, അല്ലേ? ഇനി സ്കാൻ ലൈൻ എന്താണ്, നമ്മുടെ ഗിവൺ പോളിഗണിൻ്റെ വേർട്ടെക്സിനെയാണ് ഇൻ്റർസെക്റ്റ് ചെയ്ത് കടന്നു പോകുന്നതെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, അത് നമ്മൾ ഓഡ് പാരിറ്റി റൂളിൽ പഠിച്ചു, അല്ലേ? അവിടെ നമ്മൾ 2 പോസിബിലിറ്റിയാണ് ചെക്ക് ചെയ്യുന്നത്. ഒന്നെന്താണ്, ഇഫ് ദ എഡ്ജസ് ഓഫ് ദ പോളിഗൺ ലൈസ് ഓൺ ഡിഫറെൻറ്റ് സൈഡ്, അല്ലേ? കേസ് എയിൽ പറഞ്ഞേക്കുന്ന പോലെ ഇൻ്റർസെക്റ്റിംഗ് വേർട്ടെക്സിൻ്റെ 2 എഡ്ജസ് എന്ന് പറയുന്നത് സ്കാൻ ലൈനിൻ്റെ ഡിഫറെൻറ്റ് സൈഡ്സിലാണ് എങ്കിൽ നമ്മൾ ആ വെർട്ടെക്സിന് എന്ത് വാല്യൂ ആയിരിക്കും കൊടുക്കുന്നത്, 1 ആയിരിക്കും കൊടുക്കുന്നത്.
ഇനി സെക്കൻഡ് പോസിബിലിറ്റി എന്താണ്? ഇഫ് ദ എഡ്ജസ് ഓഫ് ദ പോളിഗൺ ലൈസ് ഓൺ ദ സെയിം സൈഡ്, അല്ലേ? സെയിം സൈഡിലാണ്. സെക്കൻഡ് കേസ് ബി പറയുന്ന പോലെ ഒരു വേർട്ടെക്സ് എടുത്തു കഴിഞ്ഞാൽ ആ വേർട്ടെക്സിൻ്റെ രണ്ട് എഡ്ജസും സ്കാൻ ലൈനിൻ്റെ ഒരേ വശത്താണ് വരുന്നതെങ്കിൽ വി കൗണ്ട് ഇറ്റ് ആസ് ട്വൈസ്. സോ ഇൻ ദിസ് ഫിഗർ we can see that there are 4 intersection points A, B, C, D which are the vertex of the given polygon, right? അപ്പോൾ ഇതിനകത്ത് എ എടുത്ത് നോക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? എ എന്ന വേർട്ടെക്സിൻ്റെ രണ്ട് എഡ്ജസും സ്കാൻ ലൈനിൻ്റെ ഡിഫറെൻറ്റ് സൈഡ്സിലാണ്. അപ്പോൾ അതെത്ര? എയുടെ കൗണ്ട് നമ്മൾ എത്ര എടുക്കും? 1. ബി എടുത്ത് നോക്കുമ്പോഴോ ബിയും സി എടുത്ത് നോക്കുമ്പോൾ ബിയുടെയും സിയുടെയും എഡ്ജസ് എന്ന് പറയുന്ന സ്കാൻ ലൈനിൻ്റെ സെയിം ഡയറക്ഷനിലാണ് വരുന്നത്, അല്ലെങ്കിൽ സെയിം സൈഡിലാണ് വരുന്നത് നമുക്ക് പറയാം, അല്ലേ? അപ്പോൾ അതിനെ ബിയുടെയും സിയുടെയും കൗണ്ട് നമ്മൾ എത്ര എടുക്കും? 2 ആയിട്ട് എടുക്കും. ഇനി ഡി എന്ന വേർട്ടെക്സ് കൺസിഡർ ചെയ്യുമ്പോഴോ അവിടെയാണെങ്കിൽ ഡിയുടെ രണ്ട് എഡ്ജസും എന്ന് പറയുന്നത് സ്കാൻ ലൈനിൻ്റെ ഡിഫറെൻറ്റ് സൈഡ്സിലാണ്. സോ DS1, സോ A1, B2, C2, D1 ഇങ്ങനെയാണ് നമ്മൾ കൗണ്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെ ഇതിൻ്റെ ഇൻ്റർസെക്ഷൻ പെയേഴ്സ് എഴുതും? എ, ബി, ബി, സി, സി, ഡി എന്ന് എഴുതും. ഓക്കെ, ഒരു എക്സാമ്പിളിലൂടെ നമുക്ക് നോക്കാം. ഈ എക്സാമ്പിൾ നോക്കിയാൽ നമുക്ക് ആദ്യം സ്കാൻ ലൈൻ വൈ ഡാഷ് എന്ന സ്കാൻ ലൈൻ നോക്കാം. ഇവിടെ രണ്ട് സ്കാൻ ലൈൻ ഉണ്ട്, സ്കാൻ ലൈൻ വൈ ഡാഷ് ആസ് വെൽ as സ്കാൻ ലൈൻ വൈ. ഫസ്റ്റ് വി ആർ കൺസിഡറിങ് ദ സ്കാൻ ലൈൻ വൈ ഡാഷ്. അവിടെ എത്ര ഇൻ്റർസെക്ഷൻസ് ഉണ്ട്? എ, ബി, സി. അതിൽ ബി എന്ന് പറയുന്ന ഒരു വെർട്ടെക്സ് ആണ്, എയും സി എന്ന് പറയുന്ന ഇൻ്റർസെക്ഷൻ പോയിൻ്റാണ്, എഡ്ജസ് ആണ്. അപ്പോൾ അതിൻ്റെ വാല്യൂ എപ്പോഴും എന്തായിരിക്കും? 1 ആയിരിക്കും. എഡ്ജുമായിട്ട് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റൊക്കെല്ലാം നമ്മൾ എപ്പോഴും കൊടുക്കുന്ന വാല്യൂ 1 ആണ്. ഇനി ബിക്കാണ് നമ്മുടെ സ്പെഷ്യൽ കേസ് വരുന്നത്, അല്ലേ? ബിയുടെ വാല്യൂ വെദർ വി ഹാവ് ടു ഗിവ് 1 or 2 അത് നമുക്ക് ഡിസൈഡ് ചെയ്യണം. അപ്പോൾ നോക്കി, ബി എന്ന വെർട്ടെക്സ് മെയ്ഡ് ചെയ്യുന്ന രണ്ട് എഡ്ജസ് എന്ന് പറയുന്ന ആ സ്കാൻ ലൈനിൻ്റെ മുകളിൽ അല്ലേ കാണുന്നത്, അതായത് സെയിം സൈഡ് ഓഫ് ദ സ്കാൻ ലൈൻ ആണ്, അല്ലേ? അപ്പോൾ നമ്മൾ അതിന് എത്ര വാല്യൂ കൊടുക്കും? 2 എന്ന് കൊടുക്കും. Now consider scan line Y. Here also we have intersections D, E, F, G, അല്ലേ? അതിൽ ഒരേ ഒരു വെർട്ടെക്സ് ആണുള്ളത് ഇ. അപ്പോൾ ഇയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. ഡി, എഫ്, ജി ഓൾറെഡി 1 ആയിരിക്കും. അപ്പോൾ ഡി എന്ന് പറയുന്നത് 1 ആണോ 2 ആണോ കൊടുക്കുന്നത് നോക്കാം. അപ്പോൾ എഡ്ജസ് ഓഫ് ഇ എന്ന് പറയുന്നത് എന്താണ്? സ്കാൻ ലൈനിൻ്റെ ഡിഫറെൻറ്റ് സൈഡ്സിലാണ്. സോ വി പുട്ട് ദ വാല്യൂ ഓഫ് ഇ ആസ് 1. സോ നമുക്ക് അൽഗോരിതം എന്തായിരിക്കും? ആദ്യം സ്കാൻ ലൈൻ വൈ ഡാഷിൻ്റെ എഴുതുകയാണെങ്കിൽ ഇൻ്റർസെക്ഷൻ പോയിൻറ്റ്സ് എഴുതി എ, ബി, സി, അല്ലേ? ഇനി അതിൻ്റെ വെർട്ടെക്സ് വാല്യൂ കണ്ടുപിടിച്ചു, എന്നിട്ട് എക്സ് ഓർഡറിൽ എഴുതുമ്പോൾ എ ഒരു തവണയുള്ളൂ, ബി 2 തവണ, അല്ലേ? ബി, ബി, സി എഴുതി. ഇനി നമ്മൾ പെയറാക്കുമ്പോൾ എങ്ങനെ വരും? എ, ബി, ബി, സി. അപ്പോൾ ഏതൊക്കെ പോയിൻറ്റ്സിൻ്റെ ഇടയിലായിരിക്കും അൽഗോരിതം കളർ ഫില്ല് ചെയ്യുന്നത്? എ എന്ന പോയിൻറ്റിനും ബി എന്ന പോയിൻറ്റിനും ഇടയ്ക്കും, ബി എന്ന പോയിൻറ്റിനും സി എന്ന പോയിൻറ്റിനും ഇടയ്ക്കും. സിമിലർലി കൺസിഡർ സ്കാൻ ലൈൻ വൈ. ഫസ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് ദി ഇൻ്റർസെക്ഷൻ പോയിൻറ്റ്. നമ്മൾ എന്ത് ചെയ്തു? ഡി, ഇ, എഫ്, ജി. ഇത് എന്താണ്? എല്ലാ വെർട്ടെക്സും ഒരു ടൈം മാത്രമേ ഉള്ളൂ, അല്ലേ? കാരണം എല്ലാത്തിൻ്റെയും ഓഡ് പാരിറ്റി വാല്യൂ എന്ന് പറയുന്ന 1 ആണ്. സോ നമ്മൾ അതിനെ പെയറാക്കും, ഡി, ഇ, എഫ്, ജി. നോക്കിയേ, അപ്പോൾ ഇ, എഫ് എന്ന ഏരിയ വരുന്നില്ല, അല്ലേ? അതെന്താണ്? എക്സ്റ്റീരിയർ പോയിൻ്റ് ആണ്. സോ ദ അൽഗോരിതം വിൽ ഫിൽസ് between the points D, E and F, G only. So we can summarize, right? So how the scan line polygon fill algorithm will work? First we have to find out the ymin and ymax value of the given polygon. Second step endana, we have to find the intersection, scan line intersection points with the edges from y minimum to y max and name those each intersection point of the given polygon. Third step, we have to sort the intersection points in the increasing order of x coordinate. And the last step, make the pairs of intersections and fill all those pairs of coordinates that are inside the polygon and ignore the alternate pairs. Okay. ഇതാണ് ഓവറോൾ വർക്കിംഗ് ഓഫ് സ്കാൻ ലൈൻ പോളിഗൺ ഫിൽ അൽഗോരിതം എന്ന് പറയുന്നത്. ഇതിൻ്റെ ന്യൂമറിക്കൽസ് എങ്ങനെയാണെന്ന് നമുക്ക് അടുത്ത സെഷനിൽ നോക്കാം. താങ്ക് യു.